ഇന്ന് PV അൻവർ നിയമസഭയിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി. കേരളത്തിൽ വികസനത്തിന് ആരാണ് എന്തിനാണ് എതിർത്തത് എന്ന കാര്യം വ്യക്തതയോടെ അതിൽ നിന്നും മനസ്സിലാകും. അൻവർ പറഞ്ഞതിൽ നിന്നും കേരളത്തിലെ പ്രതിപക്ഷം എങ്ങനെയാണ് ഇങ്ങനെ ബഹിഷ്കരണ പ്രതിപക്ഷമായത് എന്ന് മനസ്സിലാകും. അതാണ് സതീശന്റെ മടിയിലെ കന. കാലം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം. കേരളത്തിൽ സർക്കാർ സിൽവർ ലൈനിനെ കുറിച്ചൊക്കെ വ്യക്തമായി സംസാരിച്ച് പറഞ്ഞു നിൽക്കുന്ന സമയം. സിൽവർ ലൈൻ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വരുന്ന IT മേഖലയുടെ ഒഴുക്കൊക്കെ കർണാടകയിലെ പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ IT മേഖലയിൽ പണം മുടക്കിയവർക്കും അതും വർഷങ്ങൾ മുന്നിൽ കണ്ട് മുടക്കിയവർക്ക് മനസ്സിലായി തുടങ്ങിയ സമയം. അങ്ങനെയാണ് ഇത് മുടക്കാനായിട്ട് അവർ പണം മുടക്കാൻ തയ്യാറായി ഇറങ്ങിയത്. അന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. പക്ഷെ അവർ ഈ ദൗത്യം ഏൽപ്പിച്ചത് സതീശനെയാണ്. എന്തുകൊണ്ടാവും സതീശനെ ഏൽപ്പിച്ചത് എന്നറിയാമോ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം KC വേണുഗോപാൽ എന്നാണ് പറയുന്നത്. ഇതിനുവേണ്ടി സതീശന് ഏതാണ്ട് 150 കോടി രൂപ ലഭിച്ചു എന്നാണ് പറയുന്നത്. ഈ പണം 3 തവണയായി കേരളത്തിലെത്തിച്ചു. മീൻ കൊണ്ടുവരുന്ന കണ്ടെയ്നറിലും അവിടെ നിന്ന് ആംബുലൻസിലുമാണ് ഇത് തൽപര കക്ഷികളിലേക്ക് എത്തിച്ചത്. എന്നാൽ ഈ തുക പക്ഷേ കോൺഗ്രസിലെ പലർക്കും ലഭിച്ചിട്ടില്ല. ഇതെല്ലാം മുഖ്യത ആരാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. VD സതീശന്റെ അടിക്കടിയുള്ള ബാംഗ്ലൂർ സന്ദർശനവും ഇതുമായി കൂട്ടി വായിക്കണമെന്നാണ് അൻവർ പറയുന്നത്. സതീശന് കേരളയിൽ മുടക്കിയാൽ അവർ നൽകിയ ഒരു ഓഫർ ഉണ്ടായിരുന്നു അത്രേ. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മുടക്കി ജയിച്ചു വരുന്ന സതീശന് മുഖ്യമന്ത്രി സ്ഥാനം. പിന്നെ ഇപ്പോൾ നൽകിയ കോടികളും അതിന്റെ ഭാഗമായി വരുന്ന ബാക്കി സംവിധാനങ്ങളും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ സംഭവം കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് ഇവർ മറന്നു എന്ന് തോന്നുന്നു. അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. എന്തായാലും സതീശൻ മുഖ്യമന്ത്രിയായില്ല എങ്കിലും KC വേണുഗോപാൽ എന്ന ആശ്രിത വത്സലൻ പ്രതിപക്ഷ നേതാവാക്കി VD സതീശനെ മാറ്റി. ഒരു മന്ത്രിയെങ്കിലും ആകാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാതെ മണി ചെയിനിൽ തുടങ്ങി പുനർജനി വരെയുള്ള തട്ടിപ്പുകൾ പരിപാടികളുമായി നടക്കുകയായിരുന്ന സതീശന് കിട്ടിയ ഗോൾഡൻ ചാൻസ് ആയിരുന്നു ഇത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും അൻവർ ഇന്നത് സഭയിൽ പറഞ്ഞതുകൊണ്ട് എന്തിനാണ് സതീശന്റെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടികളെ മുടക്കാനും ബാക്കിയുള്ളതിൽ നിന്ന് ബഹിഷ്കരിക്കാനും നടക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അത് തന്നെ കാര്യം. 2021 ഇലക്ഷൻ കൊണ്ട് കാര്യമായി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ 2 പേരെ കേരളത്തിലുള്ളൂ. ഒന്ന് BJPയുടെ കുടൽ പ്രസിഡന്റ് K സുരേന്ദ്രനും മറ്റൊന്ന് 150 കോടി കീശയിലാക്കിയ സതീശനും എന്നാണ് വ്യക്തമാകുന്നത്. ഇതുപോലെയുള്ള തീ വിഴുങ്ങിയാൽ വാങ്ങിയ പണത്തിന്റെ കഥ ഇപ്പോഴെങ്കിലും പുറത്തു വരുന്നുണ്ടല്ലോ.